നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഫോണിൽ ഒരുപാട് പരസ്യങ്ങൾ വരുന്നത്. നമ്മൾ ചില ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്തും അതേപോലെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്തും ഒക്കെ പോപ്പപ്പ് ആയിട്ട് ഒരുപാട് പരസ്യങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. നമ്മളതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റീഡയറക്റ്റ് ചെയ്ത് സ്പൈ സൈറ്റുകളിലേക്കും ഹാക്കിംഗ് സൈറ്റുകളിലേക്കും അതേപോലെ പോൺ സൈറ്റുകളിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ളൊരു സിമ്പിൾ ട്രിക്കാണ് ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വൈഫൈ ആൻഡ് കണക്ഷൻസ് അല്ലെങ്കിൽ മോർ കണക്ടിവിറ്റി ഓപ്ഷൻസ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്താണ് ഈ സെറ്റിംഗ്സ് വരുന്നത്. അല്ലെങ്കിൽ സെറ്റിംഗ്സിൻ്റെ ഏറ്റവും മേലിൽ സെർച്ചിൽ പ്രൈവറ്റ് DNS സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിംഗ്സ് വരുന്നതായിരിക്കും. നമ്മളിവിടെ മോർ കണക്ടിവിറ്റി ഓപ്ഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ പ്രൈവറ്റ് DNS കാണാൻ കഴിയും. കണ്ടോ, അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ പ്രൈവറ്റ് DNS പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു ടിക്ക് മാർക്ക് വരും. താഴെയായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് DNSന്റെ ഹോസ്റ്റ് നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, DNS.adguard.com. ഞാൻ സൈഡിലത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ സ്മാൾ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് താഴെ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്ത് സേവ് ചെയ്യാം. ഇത് നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ ബ്ലോക്ക് ചെയ്യാനുള്ളൊരു പ്രൈവറ്റ് DNS ആണ്. ഇത് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാകുന്നതായിരിക്കും. ഇത് കൂടാതെ നമ്മുടെ ഫോണിൽ ഒരു സെറ്റിങ്സ് കൂടെ ചെയ്യാനുണ്ട്. അതാണ് അടുത്തായിട്ട് പറയുന്നത്. അതും കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ ഒരു പരസ്യങ്ങളും പിന്നീട് വരില്ല. ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ റൈറ്റ് സൈഡിൽ ആൾ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ആർട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ആർട്സ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെയിലായിട്ട് ആർട്ട് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ആർട്ട് പ്രൈവസി. ഇതാണ് ആ ഓപ്ഷൻ. അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആർട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഓൺ ആയിരിക്കും. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് ഓഫ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആർട്ട് ടോപ്പിക്സ്. അതൊന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ബാക്ക് അടിക്കുക. അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ആപ്പ് സജസ്റ്റഡ് ആർട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആയിരിക്കും. അത് ഓഫ് ചെയ്ത് കൊടുക്കുക. മൂന്നാമതായിട്ട് ആർട്ട് മെഷർമെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് മൂന്ന് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സജസ്റ്റഡ് ആയിട്ട് വരുന്ന ആഡുകളും അതേപോലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ആഡ്സുകളും പൂർണ്ണമായിട്ട് ഒഴിവാകുന്നതായിരിക്കും. ഇനി അതിൻ്റെ താഴെയായിട്ട് ഡിലീറ്റ് അഡ്വർടൈസിങ് ID എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓരോ ഫോണുകളിലും ഒരു അഡ്വർടൈസിങ് ID ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഗൂഗിൾ അതിലേക്ക് പരസ്യങ്ങൾ ഇടുന്നത്. അപ്പം നമ്മൾ ഈ അഡ്വർടൈസിങ് ID ഓപ്പൺ ചെയ്തിട്ട് അത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ ഫോണ് ഗൂഗിളിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പരസ്യങ്ങൾ വരുന്നത് പൂർണ്ണമായിട്ടും കുറയുന്നതായിരിക്കും. അപ്പോൾ ഈ അഡ്വർടൈസിങ് ID എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ ഫോണിൽ പരസ്യങ്ങൾ വരില്ല. ഒരുപാട് ആൾക്കാർ എന്നെ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ചില ഫോണുകളിൽ ഈ ബൂട്ട്വെയറിലൂടെ തന്നെ പരസ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അതേപോലെ ഒരുപാട് ആപ്ലിക്കേഷനുകളിലൂടെ പരസ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. 100% വർക്കിംഗ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇത്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ ഒരു പരസ്യങ്ങളും വരില്ല. എത്രയും പെട്ടെന്ന് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.